അപ്പൊ ഇതാണ് KC കാർണിവലിന്റെ ഫസ്റ്റ് ഡേ. അപ്പൊ ഇതാണ് ബസ് സ്റ്റാൻഡ്. കാണാത്തവർക്ക് വേണ്ടി ഞാൻ കാണിച്ചു തരുന്നു, അത്രേ ഉള്ളൂ. ബസ് സ്റ്റാൻഡിലൂടെ ബസ്സിലിരുന്ന് ബസ് കയറി പോകുന്നത് നമ്മുടെ ബെസ്റ്റ് കോളേജിലേക്കാണ്. ഓക്കെ, ഞാനൊരു മിന്നായം പോലെ വീഡിയോ എടുത്ത കോളേജിന്റെ മുൻഭാഗം. മിന്നായം പോലെ എടുക്കാൻ കാരണം എന്താ വെച്ചാൽ ഞാൻ ഫോൺ നോക്കി അപ്പൊ എല്ലാരും എന്നെ നോക്കി ചിരിക്കുന്നു ഗൈസ്. സാറേ ഇത് അങ്ങനെയല്ല സാറേ, എനിക്ക് ഇതിനു മുമ്പ് അനുഭവം ഉണ്ടായിട്ടുണ്ട്. എവിടെ എന്ത് പ്രശ്നം നടന്നു കഴിഞ്ഞാലും ആദ്യം ആൾക്കാർ മെക്കിട്ട് കയറുന്ന എന്റെ ആയിരുന്നു. അല്ല, ചില സ്ഥലത്തൊക്കെ സംശയം ശരിയായിരിക്കും. എന്റെ തൊലിക്ക് ഇത്തിരി കട്ടിയുള്ളതുകൊണ്ട് അതൊന്നും എനിക്ക് പ്രശ്നമല്ല. എന്നിട്ടും ഇത്രയും സാഹസം കാട്ടിയിട്ട് ഞാൻ ഈ വീഡിയോ എടുക്കണമെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? വെറും ആത്മാർത്ഥത. യുനോ ഗൈസ്, ഞാൻ മുൻപ് പറഞ്ഞിരുന്നു ഞാനൊരു ഇൻട്രോവേർട്ട് ആണ്. അതുകൊണ്ട് തന്നെ ഫോൺ എടുത്ത് ക്യാമറ എടുത്ത് വീഡിയോ ഓണാക്കി കൈകൾ പൊക്കി വീഡിയോ എടുക്കുക എന്ന് പറയുമ്പോൾ തന്നെ എനിക്ക് എന്തോ ഒരു പോലെയാണ്. പക്ഷെ ഞാനത് ചെയ്യും. കാരണം എന്താണെന്നറിയോ? ഞാൻ നേരത്തെ തൊലിയുടെ കേസ് പറഞ്ഞിരുന്നില്ലേ, അതന്നെയാണ്. അല്ല, പെറ്റ ഉമ്മയ്ക്കാണ് ഞാൻ പണ്ടത്തെ പോലെ അല്ല, ഭയങ്കര ഡീസന്റ് ആയി. നമ്മൾ വിഷയത്തിൽ നിന്നും വളരെ വളരെ വിദൂരതയിലാണ്. നമ്മൾ പറഞ്ഞു എന്താണെന്ന് വെച്ചാൽ KC കാർണിവലാണ്. അതുകൊണ്ട് ഫസ്റ്റ് ഡേ ഫിലിം ഫെസ്റ്റിവലാണ്. അതെന്താ എന്നൊന്നും വിചാരിക്കണ്ട, ഇപ്പൊ കാണുന്നത് അതാണ്. അതായത് ഗൈസ്, നമ്മൾ ഇന്ന് കോളേജിനെ തിയേറ്റർ ആക്കി സിനിമ കാണാൻ പോവാണ്. ഇതല്ല നല്ല കാണുമ്പോ തന്നെ അറിയില്ലേ സിനിമ ആരൊക്കെയെന്ന്? അതെ, ഒന്ന് നമ്മുടെ മല്ലു അണ്ണന്റെയും രണ്ട് നമ്മുടെ ലാലേട്ടന്റെയും. പിന്നെ ഇതൊക്കെ ക്രിഞ്ചാണെന്ന് പറയുന്നവരോട്, യെസ്, ഐ ആം എ ക്രിഞ്ച് മേക്കർ. പിന്നെ ഇന്നലത്തോടെ അർച്ചനയ്ക്ക് മതിയായി തോന്നുന്നു. എന്റെ ഒപ്പം ഇരിക്കുമ്പോ അവൾക്കൊരു ടെൻഷൻ. ആ ജ്യോത്സ്യൻ കാറ്റുപായ ഗോപീകൃഷ്ണനെ ഒന്ന് വിളിക്കണം. എന്റെ സമയം മോശമാണോ അല്ല വളരെ മോശമാണോ എന്നൊന്നറിയാം. പിന്നെ ഇത് 3 ദിവസമുള്ള പരിപാടിയാണ്. അതുകൊണ്ട് നാളെ മുതൽ ഞാൻ ഒരു മടിയും കൂടാതെ വീഡിയോസ് എടുത്തിട്ട് പരിപാടികളൊക്കെ കാണിച്ചു തരാട്ടോ. ഓക്കെ, ബൈ. നിങ്ങളൊക്കെ തറയായതുകൊണ്ട് ചില തറ നമ്പറുകൾ നീ തറയാണെങ്കിൽ ഞാൻ അതിന്റെ അങ്ങേത്ര തറയടാ.